ശ്രീ ഷാജർ ഖാൻ, രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതിലൊന്ന് കൊയിലാണ്ടി ഗുരുദേവ് കോളേജിലെ പ്രിൻസിപ്പാളിന് നേരിട്ട മർദ്ദനമാണ്. ഓഫീസ് മുറിയിൽ കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിനുശേഷം SFIയുടെ ഏരിയ നേതാവ് കാല് രണ്ടും കുത്തി ഈ ക്യാമ്പസിൽ കയറില്ല എന്നും ഇവരെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്നൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ഇതൊക്കെ കഴിഞ്ഞ് ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ SFIക്കെതിരെയുള്ള മാധ്യമ വേട്ട ഇത് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി ഒരു എൻഡോഴ്സ്മെന്റായി മാറുമോ, മാറില്ലേ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറയേണ്ടിരുന്നത് അങ്ങനെയല്ല. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം, അതിനെ അപലപിക്കുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. പകരം SFI ഇടിമുറികളിലൂടെ വന്ന പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, SFI ഇടിമുറികൾക്ക് ജന്മം നൽകിയ പ്രസ്ഥാനമാണ്. നൂറുകണക്കിന് ഇടിമുറികൾ നിർമ്മിക്കുകയും അവിടങ്ങളിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. 2018 ജസ്റ്റിസ് PK ഷംസുദ്ദീൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിപ്പോൾ SFIയുടെ അല്ലെങ്കിൽ അതേപോലെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ക്യാമ്പസുകളിലും ഒരു 90% ക്യാമ്പസുകളെയും നിയന്ത്രിക്കുന്ന, അവിടെ ഏകാധിപത്യം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ SFI. ആ SFI ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഈ മട്ടിൽ ആക്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, ആർക്കു വേണ്ടിയിട്ടാണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം യഥാർത്ഥത്തിൽ SFI ഭരണകൂടത്തിന് വേണ്ടി പണിയെടുക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാൻ SFI തയ്യാറല്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏത് പ്രശ്നമാണ് SFI ഉന്നയിക്കുന്നത്? ഏത് സർഗാത്മക പ്രവർത്തനമാണ് കേരളത്തിലെ കലാലയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? പകരം ഇപ്പോൾ ഈ അധ്യയന വർഷം തന്നെ ഗുരുതരമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ഇപ്പോൾ 4 വർഷ ഡിഗ്രി കോഴ്സുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനെതിരെ സമരം ചെയ്യേണ്ടുന്ന SFI ഇവിടെ ചെയ്തത്, കാര്യവട്ടം ക്യാമ്പസിൽ ചെയ്തത് എന്താണ്? KSU നേതാവിനെ ആക്രമിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഭീകരമായ ആക്രമണം ആ ക്യാമ്പസിൽ അഴിച്ചുവിട്ടു. അധ്യാപകനെ മർദ്ദിക്കുന്ന സംഭവം നമ്മൾ കണ്ടു. സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല, നമ്മൾ കണ്ടതാണല്ലോ. അത്രയും പരസ്യമായി നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിൽ SFI നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത കൊലപാതകം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ കൂടിച്ചേർന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് നേരിട്ട പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് SFI ആണ് എന്ന് വിലയിരുത്തിയതിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ SFIയെ ന്യായീകരിച്ചുകൊണ്ട്, കൊലവിളിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ CPMൻ്റെ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകമായി SFIയും സംഘവും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ക്യാമ്പസുകളിലെ ജനാധിപത്യ അന്തരീക്ഷത്തെ ഉന്മൂലനം ചെയ്യേണ്ടത് അപ്പോൾ SFIയേക്കാൾ CPMനോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്കോ ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല, ജനാധിപത്യ അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല, വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാൻ പാടില്ല. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതകളെ അടച്ചു കളയുകയാണ്. സ്വതന്ത്രമായ വിദ്യാർത്ഥി പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഏത് ക്യാമ്പസിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ചില കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മറ്റ് പ്രതിപക്ഷ സംഘടനകൾ വിജയിച്ചില്ലേ എന്നൊക്കെയുള്ള വളരെ ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കലാലയങ്ങളിൽ സർഗാത്മക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഗൗരവപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ടോ? SFI അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശരി, ഓക്കെ, അതാണ് പുറത്തു നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ.